അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയല്ല വർത്താനം സുഖനല്ലേ? അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മൾ പിന്നെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്യാൻറ്റീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നേരം വൈകി 9 മണി ആയിരിക്കണം. ഇന്നും ചായ ഓർഡർ ഉണ്ട്, 50 ചായ 50 കടി ഓർഡർ ഉണ്ട്. ഒരു 11 മണിക്കാണ് കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ എത്തിപ്പെടണം. അവിടുത്തെ കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. നമ്മളിതൊക്കെ ഫ്രഷ് ഉണ്ടാക്കണോണ്ടേ ഒക്കെ സമയം വേണം. സമയമല്ലേ നടക്കില്ല. ഒരു മണിക്കൂർ ഇട്ടാൽ മതി, രണ്ടിലൊക്കെ റെഡിയാവും. ആ ഒരു മണിക്കൂർ ക്ലിയർ ആയി കിട്ടുകയാണെങ്കിൽ ഒക്കെ റെഡിയാവും. അപ്പോൾ അതിന് ഒരു 10 മണിയാകുമ്പോൾ മൊത്തം ക്ലിയർ ആവും. ഒരു 9 മണിക്കെല്ലാം അവിടെ എത്തണം, പക്ഷെ 9 മണിക്ക് അവിടെ എത്താൻ കഴിയില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ചട്ടിപ്പത്തിൻ്റെ സെയിലുണ്ട്, അതും കൂടി കൊടുത്തിട്ട് വേണം പോകാൻ. അതിന് നേരം പോകും. ഒന്നും നേരം പോകാൻ പറ്റില്ല, കടയ്ക്കുള്ള സാധനമല്ലേ, അവിടെ എത്തിയാലും വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരം പോകാൻ പറ്റില്ല. ഇവിടെ ഈ ഹോട്ടലിലൂടെ കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഷോർട്ട് വഴി കേട്ടോ, ഷോർട്ട് വഴി. എല്ലാ ഷോർട്ട് വഴി ഇറങ്ങണമെന്ന് കുഴപ്പമില്ല. ഇതിലെ ബ്ലോക്കാലും നമുക്ക് ഏതിലും കയറാം. മഞ്ചേരങ്ങാടിക്ക് എത്താനും മഞ്ചേരങ്ങാടി നിന്നിട്ട് പോരാൻ ഷോർട്ട് വഴി പോരാൻ ഇറങ്ങണുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ആകുമ്പോൾ ഷോർട്ട് വഴി പോരാനും, പക്ഷേ പുറത്തുനിന്ന് തന്നെ ആൾക്കാർക്ക് മഞ്ചേരി ബ്ലോക്ക് നിന്നാൽ ആ ലൈനിൽ പോകാൻ പറ്റും. നമ്മളായാലും വയനാട്ടിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ പോകുകയാണെങ്കിൽ ബ്ലോക്ക് ആയാലും എന്ത് ചെയ്യാം, ആ നാട്ടുകാരാണെങ്കിൽ പോലെ പിന്നെ കുറേ ഇടിയോടൊക്കെ ചാടിയാണ് അപ്പുറത്ത് എത്തും. നമുക്കറിയില്ല. എന്നാലും നമ്മളെ നാട്ടിൽ നമുക്കറിയാം, മറ്റുള്ള നാട്ടിൽ വന്നാൽ അവർക്കറിയില്ല. അത് നല്ല കാര്യമാണ്, നമുക്കറിയാം. ക്യാൻറ്റീനിലെത്തിട്ടോ, കിട്ടവാ ക്യാൻറ്റീനിലെത്തി. കുറച്ച് നേരം ഓഫാക്കിയിട്ടാലും ആ തണുപ്പയിലുണ്ടാവും. ഇതിലില്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ കയ്യിലെ ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടോ. സ്ഥലം പരിമിതമാണ്, ചെറിയ കിച്ചനാണ്. അവിടെ ഒരു ടവട്ടത്തിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ശരിയാവും. കുറച്ച് പണികളുണ്ട്, അർജന്റാണ്. അതിന് നോക്കി കിടക്കാം. കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു. കുട്ടികൾ വളരെ വെയിറ്റിങ്ങിലാണ്. ഒരാൾക്ക് വിഷമിട്ടൂടെ കണ്ണാണില്ല. അതൊക്കെ എല്ലാം പോകും. ഞാൻ എടുക്കണ്ടോ നോക്കിയോണ്ടിരിക്കണേ. ഇപ്പോൾ 50 ചായ ഓർഡർ ഉണ്ട്, അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് കടികളുണ്ട്, സമൂസ, പഴംപൊരി ഇവിടെ മിക്സാക്കി ടൈപ്പെണ്ണ വേണ്ടത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കുറച്ചാൾ വരികയാണ്. ആ തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തിരക്ക് കഴിഞ്ഞു. ചായ കൊടുക്കാനൊക്കെ കൊടുത്തു. കുറച്ച് ക്ലീനാക്കാനൊക്കെ ഉണ്ട്, പാത്രങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ കുട്ടികളെ ഉച്ചക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ അവരെ ഇതാക്കണ്ട കേട്ടോ. ആ ഓ കുട്ടികളെ ചോറിന് വിട്ടുകയാണ്. കുട്ടികളെ അച്ചാറ് ചെയ്ത് പരിപാടി ചെയ്യും. ഇനി 1 മണിക്കൂർ അവർ പുറത്തുണ്ടാവും. ഞാൻ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും. ഓ എന്തുവാ ഇതാണ്ട് ഈ ഐറ്റംസാണ് ഇപ്പോൾ കുട്ടികൾ വേണ്ടത്. നല്ല സ്റ്റോപ്പ് ഉണ്ടല്ലേ?
ഇതാണ് നമ്മുടെ ടിനിമിനി ആണ് മുട്ടായി പുതിയല്ല ജീര മുട്ടായി തന്നെയാണ്. പക്ഷെ ഇത് പുതിയ വെറൈറ്റി കുപ്പിയിലാക്കി കുട്ടിയെ ഭയങ്കര അതിശയം. ₹1 മസാല ജീരക മുട്ടായി. അപ്പോൾ നമ്മൾ കട അടച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒന്ന് തന്നെ പറയുന്നില്ല. അപ്പോൾ അവിടുത്തെ വാങ്ങി പോകുന്നു.